ഹായ്. അപ്പം എല്ലാവരും എന്ത് പറയണു? നമ്മൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഉള്ള മടി കൊണ്ടാണ് വീഡിയോ ഇടാത്തതും എടുക്കാത്തതും. അപ്പം നമ്മൾ ഒരു ദിവസം വീട്ടിൽ പോയപ്പോൾ ജസ്റ്റ് അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തപ്പോൾ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ നല്ല റീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതും യൂട്യൂബിലും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ഏട്ടനും കൂടി കിച്ചണിൽ കയറി ചിക്കനൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓരോ വർത്താനമൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ ചിക്കന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അൽഫാം ഉണ്ടാക്കാമെന്നുള്ള തീരുമാനമായി. അങ്ങനെ ചേട്ടനും ഞാനും കൂടി ഇതൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക കിച്ചണിൽ. അതിൻ്റെ ഇടയിൽ മോൻ വരുന്നുണ്ട്. മോനോട് സംസാരിക്കേണ്ട അമ്മയുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതിങ്ങനെ നല്ലോണം വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള മസാലകൾ ഞാൻ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നില്ല വീഡിയോ എടുത്തത്. കാരണം പകുതി വീഡിയോസൊക്കെ കട്ടായിപ്പോയി. മസാല നമ്മൾ കുരുമുളക്, പിന്നെന്താ വെളുത്തുള്ളി, ചെറിയ ജീരകം, പിന്നെ വലിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കണം. കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടിയും, പിന്നെ കുറച്ച് തക്കാളിയും, മല്ലി ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, മല്ലി ഇട്ടുണ്ടായിരുന്നു. എല്ലാം കുറച്ച് ശേഷം. എന്നിട്ടത് നമ്മൾ എന്തോരം ചിക്കൻ എടുക്കണം അതിനനുസരിച്ച് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ജീരകവും പെരുംജീരകം, വലിയ ജീരകം എന്ന് പറഞ്ഞില്ലേ, അത് ഇട്ടിട്ട് നല്ലോണം മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് മറ്റേ ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതും എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നല്ലോണം മാഗ്നേറ്റ് ചെയ്ത് വെച്ചു ചിക്കനിൽ. നമ്മൾ ഏകദേശം ഇങ്ങനെ ചിക്കനിൽ പുരട്ടിയിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ എരിവും അതൊക്കെ നല്ലോണം അതിലേക്ക് പിടിക്കുള്ളൂ. നല്ലോണം ചിക്കനിൽ തിരുമ്മി കുറച്ച് എണ്ണയും ഒഴിച്ച് നല്ലോണം ചിക്കനിൽ തിരുമ്മി ഇങ്ങനെ വെച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാനിതുപോലെ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടല്ല ചെയ്തത്. ഇങ്ങനെ അതുകൊണ്ട് ഫുൾ ഭാഗമൊന്നും കാണിക്കാൻ പറ്റിയില്ല എന്തൊക്കെ ചെയ്തണം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളത് എന്നാലും പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ചെയ്തത്. സാധാരണ എല്ലാവരും ഗ്രില്ല് ചെയ്യുമ്പോൾ എന്താ പറയുക, ജസ്റ്റ് ഇത് മസാലയൊക്കെ പറ്റി വെച്ച് കണലിൽ വേവിച്ചാൽ, ഞങ്ങൾ കണലിലല്ല വേവിച്ചത്. കണലിൽ വേവിച്ചു, പക്ഷേ കണലിൽ വേവിക്കുന്നതിന് മുന്നേ ഞങ്ങൾ വേറൊരു സൂത്രം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ, എന്ത് സൂത്രം ഞങ്ങൾ ചെയ്തിരുന്നുണ്ടായി. ഇപ്പം ചേട്ടനെല്ലാം നല്ലപോലെ മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം തിരുമ്മി വയ്ക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളിത് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമല്ലോ. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ അച്ഛനും ചേട്ടനും പോയിട്ട് കുറച്ച് തെങ്ങിൻ്റെ കള്ളും കുറച്ച് ബീഫും പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങളിത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും ഉച്ചയ്ക്കൊന്നും വേറെ ഒന്നും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് മസാല പറ്റിയിരിക്കണം നേരമാകുമ്പോഴേക്കും നല്ല വിശപ്പായി. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ മസാലയൊക്കെ പുരട്ടി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ 10 മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് റെസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ 12 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളിത് വേവിക്കാനെടുത്തത്. പക്ഷെ ഇത് വെന്ത് വരാൻ കുറേ ടൈം പിടിച്ചപ്പോൾ ഇവർ പോയി ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ അത് കഴിക്കണമുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേവിക്കണതിൻ്റെ കൂടെ അതും കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറേ വിഷമമായി. അത് കഴിഞ്ഞ് ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മസാല റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ കണലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതേ ഞങ്ങൾ തിരിച്ചതൊക്കെ കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണത്. അപ്പോൾ ബാക്കിലാണ് കണലിട്ടിട്ട് ഞങ്ങൾ പുറത്തിരുന്നിട്ട് അത് ചെയ്യണേ. അടുക്കളയിൽ പുകയില്ലാത്ത അടുപ്പുണ്ടെങ്കിലും അത് എല്ലാതും ഒരുമിച്ച് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഞങ്ങൾ എന്ത് ചെയ്തു, പുറത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വീടിൻ്റെ അടുത്ത്. അപ്പോൾ ആൾ തെങ്ങ് ചെത്തണതാണ്. അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞാൽ നല്ല ഫ്രഷ് കള്ള് കൊണ്ട് തരും. നല്ല മധുരമുള്ള രാവിലെ ചെത്തിയ കള്ള് തന്നെയായിരിക്കും. അപ്പോൾ അത് നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും.
അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ കണലൊക്കെ സെറ്റായി. നമ്മൾ ചിക്കൻ അതിൻ്റെ ഇടയിൽ കൂടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രില്ല് ഇതിനിടയിൽ നമ്മൾ കുറച്ച് ഓയിലും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓയിൽ നമ്മൾ ആദ്യം ബ്രഷ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ മസാല പുരട്ടി ഉണ്ടാക്കിയ മസാലയിൽ കുറച്ചും കൂടി ഓയിൽ എടുത്തിട്ട് അതും ഗ്രില്ലായ ഭാഗത്ത് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല എരിവൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ. അതിൻ്റെ ഇടയിൽ മോനും ചെറിയ ആളും കൂടി ഇതേ കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കളിയിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എല്ലാവർക്കും ഒരു സെറ്റ് വിശപ്പ് മാറിയില്ല. അപ്പോൾ പിന്നെ എല്ലാവർക്കും വലിയ ക്ഷമയ്ക്കൊരു പരിധി ഉണ്ടായിരുന്നു. കാരണം വിശപ്പ് മാറി കാരണം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നേരം ആകുമ്പോഴേക്കും വിശന്ന് കുടൽ കെറ്റിയിരുന്നേനെ എല്ലാവരും. അങ്ങനത്തെ ഓരോ രസകരമായൊരു എന്താ പറയുക, ഒരു അടിപൊളിയായിരുന്നു അന്നത്തെ അൽഫാം. നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും അതും ഇതിൻ്റെ ഇടയിൽ കൂടെ നല്ല രസത്തിൽ പോയായിരുന്നു കേട്ടോ. ഉണ്ണിയും മോനും നല്ല സെറ്റാണ്. അവൻ്റെ മേത്ത് മാത്രം ഇങ്ങനെ പുറത്ത് കയറി ഇരിക്കുകയുള്ളൂ. പുറത്ത് മീൻസ് തലയിൽ. വേറെ ആരും ഇരുത്തിയാലും അങ്ങനെ ഇരിക്കില്ല. അവൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ആൾക്ക്. അപ്പോൾ മോൻ്റെയും ഉണ്ണീൻ്റെയും കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എൻ്റെ ഇടയിൽ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ച ബീഫ് കറിയും കള്ളമാണ് കേട്ടോ. അത് അടിപൊളിയായിരുന്നു. ഞങ്ങളൊന്നും കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട്. ഞങ്ങളുടെ ഇതെന്തായാലും അടിപൊളിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളതൊന്ന് ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും.